ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനൽ സ്ഥലനാമ പുരാണം എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് വെമ്പായം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. വെമ്പായം ഒരു ഐഡിയ കിട്ടാൻ ചാൻസ് ഇല്ല, എങ്ങനെ വന്നു ഈ പേര്. അപ്പോൾ അതാണ് നമ്മൾ അവിടുത്തെ നാട്ടുകാരടുത്ത് ചോദിച്ചറിയാൻ പോകുന്നത്. അവിടെ സ്പോട്ടിൽ കാണുന്ന ആൾക്കാരുടെ നമ്മൾ ചോദിക്കുന്നത്, അല്ല മുന്നേ പ്ലാൻ ചെയ്തൊന്നല്ല പോകുന്നത്. അത് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് കുറേ പേരുടെ ചോദിച്ചിട്ടാണ് ചെറിയൊരു ഐഡിയെങ്കിലും കിട്ടുന്നത്. വെമ്പായത്ത് പോയി ചോദിച്ചതിൽ ഏകദേശം പേർക്കും അറിയത്തില്ലായിരുന്നു. വളരെ കുറച്ച് 1-2 പേര് മാത്രമാണ് ഇതിനെപ്പറ്റി വിശദീകരണം തന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയി അവിടെ നാട്ടുകാർ പറഞ്ഞ വിശേഷങ്ങളൊക്കെ കേട്ടിട്ട് വരാം. ഇവിടെ ഈ വേ കൊണ്ടുള്ള നെയ്യുമായിരുന്നു. അത് ഇവിടെ കൊണ്ട് വിറ്റ് ഇവിടെ നിന്ന് കയറ്റി പല ഭാഗത്തേക്കും പോയി. അത് ഇവിടെ കൊണ്ട് ഇറക്കിയിട്ട് ഇവിടെ സെയിൽസും അതുപോലെ പല ഭാഗത്തേക്കും പോയി. അങ്ങനെ വെമ്പായം, അങ്ങനെ പായും നെയ്യും വേയും വെമ്പായം, അങ്ങനെ കാരണം ഇത് നമ്മൾ കൊച്ചിലെ പറഞ്ഞ കഴിവാണ് അറിയത്തക്കാണ്. നമ്മൾ വയസ്സായൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വേവുള്ള സ്ഥലമാണ്, നെയ്ത സ്ഥലങ്ങളാണ്. ഇവിടുന്ന് വേവ് വെട്ടിയെടുത്ത് ഒരാഴ്ച പോയി പിന്നെയാണ് പണ്ട് കൈതയും നെയ്ച്ചോക്കെ ഉണ്ടായിരുന്നു. മുള്ളം കൈത പായുണ്ടാക്കുന്നത് അത് പുഴുങ്ങി ചീവി എടുത്ത് പലജാതി മെത്തപ്പ അല്ലാത്തപ്പ നേരമ്പ നമ്മൾ കിടക്കുന്നത് മെയിൻ ഇവിടെ ആയിരുന്നല്ലേ? അതൊക്കെ പോയിട്ട് ഒരുപാട് നാളായി. ഇവിടെ അടുത്ത് ടൂറിസ്റ്റ് പ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? കൊട്ടാരങ്ങളോ എന്തെങ്കിലും? കൊട്ടാരം ഒന്നുമില്ല. പിന്നെ ഈ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. പിന്നെ മറ്റേ അന്താരാഷ്ട്ര കുളമുണ്ട്. അടുത്താണ് 1 കിലോമീറ്ററേ ഉള്ളൂ. ഏതെങ്കിലും പ്രശസ്തമായിട്ടുള്ള ആരാധനാലയങ്ങളോ ക്ഷേത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പെരപ്പംകൂട് റോഡ് സൈഡിൽ. ഓക്കെ ഏട്ടാ, ഈ സ്ഥലത്തിന്റെ പേര് നമുക്ക് ഒരു ഐഡിയ ഇല്ല എന്താണ്. ഓക്കെ ഓക്കെ. എന്റെ പേര് ചേട്ടാ? എൻ്റെ പേര് ഭുവനേന്ദ്രൻ. റഹീം ഖാൻ. ഓക്കെ, താങ്ക് യു. എന്തായിരുന്നാലും വെമ്പായം എന്ന് പറഞ്ഞ സ്ഥലം വരാൻ കാരണം? അപ്പോൾ ഈ വെമ്പായം എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ അറിവിൽ എനിക്കിപ്പോൾ 45 വയസ്സ് കഴിഞ്ഞ്. അപ്പോൾ എൻ്റെ പൂർവ്വന്മാർ പറഞ്ഞു തന്നിട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. എന്താണെന്ന് വെച്ചാൽ വെമ്പായം വേമ്പായകളുടെ നാടെന്നാണ്. അതായത് പായയിലുണ്ടാകുന്ന പരമ്പ്, ഈറ്റയിലുണ്ടാകുന്ന പരമ്പാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ നിന്നിരുന്നത്. അത് എവിടെ നിന്നാണ് വന്നതെന്നുള്ളൊരു സ്രോതസ് എനിക്കറിയില്ല. പഴയ എൻ്റെ പൂർവ്വന്മാർ പറഞ്ഞു തന്നിട്ടുള്ള അറിവാണ്. അതായത് വേയിലുണ്ടാക്കുന്ന ഈറ ഇവിടെ എത്തി, ഇവിടെ കുറച്ച് ആൾക്കാർ അതിനെ വേമ്പായ പായ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു കാലഘട്ടം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഇത്തിരി വെളിയിലോട്ട് ഇറങ്ങാൻ പറ, അത്രേ നമുക്ക് പറയാം. വെളിയിലോട്ട് ഇറങ്ങി വേഗം നമ്മളെ വെമ്പായൊക്കെ ഒന്ന് കണ്ടിട്ട് ആട്ടോ. കേട്ടതെന്ന് മനസ്സിലാകുന്നത് വേ ഉപയോഗിച്ച് നെയ്യുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അത് രണ്ടും ഒരുപാട് അവിടെ ബിസിനസ് ഉണ്ടായിരുന്നു അതിൻ്റേത്.
അപ്പോൾ വേയും പായും അപ്പോൾ നമുക്കറിയാം പണ്ട് ഈ വേ ഉപയോഗിച്ച് കുട്ട വട്ടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നെയ്തുകൊണ്ടിരുന്ന ഇവിടെ ഉണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്ന ഈ സ്ഥലത്ത് ഇവിടെ കെട്ടുകണക്കിന് ഈ വേ കൊണ്ടിറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് നെയ്ത് കൊണ്ട് അല്ലെങ്കിൽ അത് മേക്ക് ചെയ്ത് പോകുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് രൂപാന്തരം സംഭവിച്ചാണ് വെമ്പായം ഉണ്ടായത് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. വേറെ സ്ഥലങ്ങളുടെ വിശദീകരണങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വിശേഷമായിട്ട് കാണാം. ബൈ.